2 മാസത്തെ മെന്റൽ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞ് സ്വന്തം വീടിന്റെ പടി കയറുമ്പോൾ അവളൊന്ന് അറച്ചു നിന്നു. ഇല്ലാത്ത അസുഖത്തിനാണ് ഇതുവരെ താൻ ആ നശിച്ച ഹോസ്പിറ്റലിൽ പോയി കിടന്നത്. അതിന് കാരണക്കാരായത് പ്രിയപ്പെട്ടവരും. അവളുടെ കണ്ണുകൾ പൂമുഖത്ത് നിൽക്കുന്ന അമ്മയുടെ മുഖത്തെത്തി. അവർ വെപ്രാളത്തോടെ തലകുനിച്ചു. മോള് അകത്തേക്ക് വാ. അത്രയും പറഞ്ഞ് അച്ഛനാണ് കൈപിടിച്ച് എന്റെ മുറിയിലേക്ക് കൊണ്ടുപോയത്. എല്ലാം ഞാൻ സഹിക്കുന്നത് ഈ ഒരു മനുഷ്യനു വേണ്ടിയാണ്. ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം മുഴുവൻ മണലാരണ്യത്തിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ഈ പാവത്തിനു വേണ്ടി. ശ്രദ്ധയോടെ അച്ഛൻ എനിക്കുള്ള മരുന്നുകൾ എടുത്തു തന്നു. ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിച്ച് വീണ്ടും ഞാനെന്റെ സ്വന്തം കട്ടിലിലേക്ക് മാസങ്ങൾക്ക് ശേഷം കിടന്നു. ഓർമ്മകൾ ഒരുപാട് നാൾ മുന്നിലേക്ക് പോയി. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനൊരു പ്രവാസിയായിരുന്നു. ഗൾഫിൽ ഡ്രൈവറാണ്. അത്യാവശ്യം നന്നായി അധ്വാനിക്കും. ഓവർ ടൈം ഒന്നും ചെയ്യാൻ അച്ഛന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ്റെ മനസ്സിൽ മുഴുവനും ഞാനും അമ്മയും എൻ്റെ അനിയനും സുഖമായി ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ഓരോ വർഷം കൂടുമ്പോൾ ലീവിന് വരും. 1-2 മാസം അപ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നത്. എനിക്കും അനിയനും ഒരു ഉത്സവം വന്ന പ്രതീതിയാണപ്പോൾ. പിന്നീട് തിരിച്ചു പോകുമ്പോൾ ശരിക്കും നെഞ്ചുപൊട്ടി തന്നെയാണ് കരയുന്നത്. സാധാരണ ആളുകൾ പറയുന്നത് കേൾക്കാം, അച്ഛൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുമ്പോൾ അതൊന്നും അറിയാതെ മക്കൾ വീടുകളിൽ സുഖിക്കും. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അവർ തമ്മിൽ അത്ര അടുപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. അത് തീർത്തും തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു ഞങ്ങളുടെ ജീവിതം. കൂടെയുള്ള അമ്മയേക്കാൾ ഒരു ഫോൺ കോളിനപ്പുറമുള്ള അച്ഛനോടായിരുന്നു കൂടുതൽ അടുപ്പം. വളരെ മനോഹരമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈകിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വിളിക്കും. അച്ഛനോട് സംസാരിക്കാൻ ഞാനും അനിയനും തല്ലായിരുന്നു. ആദ്യം ഞങ്ങളുടെ താമസം അച്ഛൻ്റെ വീട്ടിലായിരുന്നു. പിന്നീട് അമ്മയാണ് സ്വന്തമായി വീട് വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞത്. അച്ഛൻ അതിനും എതിരല്ലായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വലിയ വീട്, അതും എല്ലാ സൗകര്യത്തോടും കൂടി അച്ഛൻ ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകി. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് വീട് വെച്ചിട്ട് അച്ഛന് കൊല്ലത്തിൽ 2 ദിവസം അവിടെ നിൽക്കാൻ മാത്രമായിരുന്നു വിധി. ഞങ്ങൾ ഒരുപാട് തവണ അച്ഛനോട് പറഞ്ഞു നോക്കിയതാണ്, നാട്ടിലേക്ക് വന്നോളൂ, ഉള്ളത് മതി, നമുക്കിവിടെ സുഖമായി കഴിയാമെന്ന്. എൻ്റെ മീനുവിൻ്റെ കല്യാണത്തിനുള്ള സ്വർണം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛൻ നാട്ടിലേക്ക് വന്നോളാ എന്ന് എപ്പോഴും പറയും. എന്നാൽ അതും പറഞ്ഞ് പിന്നെയും എല്ലാ വർഷവും കറക്റ്റായി 2 മാസം കഴിയുമ്പോൾ അച്ഛൻ തിരികെ പോകും. ഒരു തവണ വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കാറ് വാങ്ങി തന്നു. അച്ഛൻ പോകുന്നത് വരെ അതിൽ തന്നെയായിരുന്നു കറക്കം. സാധാരണ അച്ഛൻ വരുമ്പോൾ റെന്റിനെടുക്കാറാണ് പതിവ്. ഇതിപ്പോൾ സ്വന്തമായൊരു കാറെടുത്തു. അമ്മയോട് ഡ്രൈവിംഗ് പഠിക്കാനും പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഡ്രൈവിംഗ് പേടിയായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാറിൽ ഡ്രൈവറായി വരുന്നത്. ആദ്യം ദൂരെ എങ്ങോട്ടെങ്കിലും പോകാൻ മാത്രമാണ് ആ ചേട്ടനെ വിളിച്ചിരുന്നത്. എന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്തേക്ക് പോകാൻ പോലും അയാളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അയാളാണെങ്കിൽ ഓട്ടോ ഓടിയില്ലെങ്കിലും വരും എന്ന അവസ്ഥയുമായി. അമ്മ എന്തെങ്കിലും പണം കയ്യിൽ വെച്ചു കൊടുക്കും. ക്രമേണ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റം വരാൻ തുടങ്ങി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് ചെയ്തു തന്നിരുന്ന അമ്മ ഞങ്ങളുടെ അരികിലേക്ക് വരിക പോലും ചെയ്യാതെയായി. ഏതു നേരവും ഫോൺ വിളി. അത് അച്ഛനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അല്പം കൂടി അവനേക്കാൾ മുതിർന്നതുകൊണ്ട് എനിക്കെന്തോ അമ്മയുടെ മാറ്റം അത്ര നല്ലതായി തോന്നിയില്ല. അവന് പിന്നെ അങ്ങനെ കാര്യമായൊന്നും മനസ്സിലാകാവുന്ന പ്രായമായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇടയ്ക്കൊരു ദിവസം അമ്മയുടെ ഫോൺ എനിക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ട്യൂട്ടോറിയൽ വീഡിയോ കാണാൻ വേണ്ടി എടുത്തുകൊണ്ട് തന്നു. സ്വാഭാവികമായി അച്ഛൻ വിളിക്കുന്ന സമയമായപ്പോൾ അച്ഛൻ അതിലേക്ക് വാട്സപ്പ് കോൾ വിളിച്ചു. ഞങ്ങൾ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ഉടനെയാണ് അതിലെ ചാറ്റിംഗ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അമ്മ ഡിലീറ്റ് ചെയ്യാൻ മറന്നതായിരുന്നു. പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ ഓട്ടോയിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന ചേട്ടനാണെന്ന് മനസ്സിലായി. അതിലെ ഓരോന്നും വായിക്കുമ്പോൾ എനിക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. അമ്മ ഇങ്ങനെയെല്ലാം പെരുമാറുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചാറ്റിംഗ് പോരാതെ അമ്മയുടെ വൃത്തികെട്ട രീതിയിലുള്ള ഫോട്ടോസ് കൂടി അയാൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അയാളും തിരികെ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല. ഫോൺ അമ്മയുടെ മുറിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അന്നു മുതൽ ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്ന ഞാൻ ഏറ്റവും പിറകിലേക്ക് പോയി. ടീച്ചർമാർ അമ്മയെ വിളിപ്പിച്ചു. അമ്മ എന്നോട് എന്താണെന്ന് ചോദിച്ചു. പഠിക്കാത്തതിന് കുറേ അടിച്ചു. പക്ഷെ ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പേടിയായിരുന്നു. അമ്മ അച്ഛനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. എനിക്ക് പഠിക്കാൻ മടിയാണെന്നും എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ എനിക്കുണ്ടെന്നും. അതിനുശേഷം അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ എന്നെ വളരെയധികം കെയർ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കരച്ചിൽ വരും. ഈ പാവ അച്ഛനെയാണല്ലോ അമ്മ പറ്റിക്കുന്നത് എന്നോർത്ത് കരയും. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ അച്ഛൻ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന എൻ്റെ സ്വഭാവം അച്ഛനിലും സംശയം വരുത്തി. എനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് അമ്മ പറഞ്ഞത് അച്ഛനും വിശ്വസിക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്കൂളിലേക്ക് പോയി ഞാൻ പീരിയഡ്സായി വയറുവേദന സഹിക്കാൻ പറ്റാതെ
ടീച്ചറോട് ചോദിച്ച് വീട്ടിലേക്ക് പോന്നു. കൂട്ടുകാരിയെ കൂടെ വിടാ എന്ന് പറഞ്ഞെങ്കിലും വേണ്ട, ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ടീച്ചർ തന്നെയാണ് ഓട്ടോ വിളിച്ചു തന്നത്. ഓട്ടോയിൽ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റിൻ്റെ അപ്പുറത്ത് അയാളുടെ ഓട്ടോറിക്ഷ കിടക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു. ഞാൻ വീട്ടിലേക്ക് ഓടിക്കയറി. ഉമ്മറത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തുറന്നകത്തേക്ക് കയറിയപ്പോൾ ഹാളിൽ സോഫയിൽ വെച്ച് കാണരുതാത്ത രീതിയിൽ എൻ്റെ അമ്മയും അയാളും. അവരെന്നെ കണ്ടു. ഉടനെ അമ്മ അയാളെ നോക്കി. നിലത്ത് കിടന്ന് അയാളുടെ മുണ്ട് വാരിച്ചുറ്റി എന്നെ അയാൾ അവിടെയുള്ള ഒരു മുറിയിലിട്ട് പൂട്ടി. കുറേ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അയാളും അമ്മയും കൂടി കയറി വന്ന് കണ്ടത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയനെയും എന്നെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി. അതിനുശേഷം അമ്മ അയാളുടെ കൂടെ പോകുമത്രേ. അച്ഛൻ ഒറ്റയ്ക്കാവും, അത് സഹിക്കാതെ അച്ഛൻ ആത്മഹത്യ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ഒരു 10ാം ക്ലാസ്സുകാരിക്ക് അതിൽ കൂടുതൽ ടെൻഷനൊന്നും താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു, ഭ്രാന്ത് പോലെ കാണിച്ചു. അതുതന്നെയായിരുന്നു അമ്മയ്ക്കും വേണ്ടത്. അച്ഛൻ്റെ റിലേറ്റീവ്സിനെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അവരോട് ഞാൻ പറഞ്ഞു അമ്മ ചീത്തയാണെന്ന്. മുമ്പ് തന്നെ എനിക്ക് അമ്മയുടെ കാര്യത്തിൽ സംശയമുണ്ടെന്ന് മനസ്സിലാക്കി അവർ എനിക്ക് വേണ്ടിയുള്ള ചതിക്കുഴി ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. എല്ലാവരും ചേർന്ന് മാനസികാശുപത്രിയിൽ കൊണ്ടാക്കി. അച്ഛനതറിഞ്ഞപ്പോൾ ദുബായിലുള്ള ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നെ കാണാൻ വന്നു. അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും പറയണമെന്ന് തോന്നി. ഒന്നും മിണ്ടാതെ അച്ഛനന്ന് അവിടെ നിന്നിറങ്ങിപ്പോയി. എന്നെ വിശ്വസിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നി. അതിനുശേഷമാണ് അച്ഛൻ അവിടെ വന്ന് നിർബന്ധമായി എന്നെ ഡിസ്ചാർജ് ചെയ്തതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും. മുറിയിൽ കിടന്ന് എന്നെ അച്ഛൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. മോള് പറഞ്ഞതെല്ലാം അച്ഛൻ വിശ്വസിച്ചു. അതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. നിന്റെ അനിയനും അക്കാര്യത്തിൽ സംശയമുണ്ട്. അവൻ ചെറിയ കുട്ടിയാണ്, അവന് മുഴുവനും അറിയില്ല. എങ്കിലും അവനും എന്നോട് അവനറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചേച്ചിക്ക് ഭ്രാന്തില്ല എന്നും പറഞ്ഞ് കരഞ്ഞു. ഇനി ഇങ്ങനൊരമ്മയെ നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാം എന്ന് കരുതിയാണ് ഇരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വേണ്ട എന്ന് പറഞ്ഞു. അതോടെ അച്ഛനമ്മയെ അവിടെ നിന്ന് അടിച്ചിറക്കി. ജീവിതം കുറച്ച് പ്രയാസകരമായിരുന്നു അതിനുശേഷം. പക്ഷെ ഞങ്ങൾ 3 പേരും ആ വീടിൻ്റെ അമ്മയില്ലാത്ത അവസ്ഥയോട് പൊരുത്തപ്പെട്ടു. പലരും ആശ്വാസവാക്കുകളും ഉപദേശങ്ങളുമായി വന്നു. ആരെയും അടുപ്പിച്ചില്ല. ഞങ്ങൾ 3 പേരും മാത്രം മതിയെന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് പോലും അമ്മയ്ക്ക് അപകടന നേരിട്ടപ്പോൾ കാലു പിടിച്ച് തിരികെ വരാനുള്ള അനുവാദം ചോദിച്ചിരുന്നു. നീ എന്നോട് മാത്രമാണ് തെറ്റ് ചെയ്തത് എങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. എൻ്റെ കുഞ്ഞിനെ നീ, അതും പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് കയറ്റിയില്ല. പിന്നെ നരകതുല്യമായ ജീവിതം അമ്മയ്ക്ക് ജീവിക്കേണ്ടി വന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാറില്ല. കാരണം ഞങ്ങൾ 3 പേരും ഈ സ്വർഗത്തിലെ ജീവിതത്തിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.